ആദ്യം ഞാൻ സ്വാമിയിലേക്കാണ്. സ്വാമി സച്ചിദാനന്ദ, ഈ ചർച്ചയ്ക്ക് ആധാരമായ കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമല്ലോ. ഇന്നിപ്പോൾ ജി സുകുമാരൻ നായർ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ താങ്കളെ എടുത്തു പറഞ്ഞു വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലെ വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നത്. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. ഉടുപ്പിട്ട് പോകാവുന്ന ക്ഷേത്രം, ഷർട്ട് അഴിച്ചു പോകാവുന്ന ക്ഷേത്രം എന്നിങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ സ്വാമി ആരാണിതിൽ പ്രതികരിക്കാൻ എന്നുകൂടി അദ്ദേഹം ചോദിക്കുകയാണ്. എന്താണ് മറുപടി? ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിലെ ഒരു അംഗമാണ്. ശ്രീനാരായണ ദർശനമാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകമായ വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ജാതി മത ദേശ ചിന്തകൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന തത്വദർശനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം. ആ തത്വദർശനത്തിൻ്റെ വെളിച്ചത്തിൽ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ശിവഗിരി മഠത്തിന് ഗുരുദർശനത്തിൻ്റെ വെളിച്ചത്തിൽ അഭിപ്രായമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ക്ഷേത്രങ്ങളിലെ മേൽവസ്ത്രം കൂടാതെ പ്രവേശിക്കുക എന്നുള്ളത് ഒരു ദുരാചാരമായിട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം, ശ്രീനാരായണ പ്രസ്ഥാനം കാണുന്നത്. ഗുരു സ്ഥാപിച്ച അരുവിപ്പുറം, ശിവഗിരി, ആലുവ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ, ശിവഗിരി മഠത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും ഉടുപ്പ് ഊരേണ്ട ഒരാവശ്യവുമില്ല. അവിടുത്തെ ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവുമില്ല. കൂടുതൽ ജലപങ്കാളിത്വം ഇവിടെയെല്ലാം ലഭിക്കുന്നുമുണ്ട്. എന്തിനധികം ശബരിമലയിൽ പോലും ഉടുപ്പിട്ട് പ്രവേശിക്കാം. അതുകൊണ്ട് അവിടെയുള്ള ദൈവിക ശക്തിക്ക് ഒരു കുറവ് വന്നുവെന്ന് ആരും പറയില്ല. കേരളം വിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഉടുപ്പ് മാത്രമല്ല, അതിനുള്ളിലുള്ള ഉടുപ്പും അതിനകത്തുടുപ്പും ധരിച്ച് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ തന്നെ കയറി വിഗ്രഹത്തിൽ സ്പർശിച്ച് അഭിഷേകവും നിവേദ്യവും ഒക്കെ സമർപ്പിക്കാം. അവിടെയൊന്നും ദൈവ ചൈതന്യത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. കേരളത്തിലും പല ക്ഷേത്രങ്ങളിലും ഉടുപ്പിട്ട് കയറാം. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറാൻ പാടില്ല. അത് ഒരു ദുരാചാരമാണ്. അത് ദൂരീകരിക്കപ്പെടണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ശ്രീ സുകുമാരൻ നായരുടെ അഭിപ്രായം എന്നത് മറ്റു മതങ്ങളെ സംബന്ധിച്ച് ഇങ്ങനൊരു അഭിപ്രായം പറയുമോ, ശിവഗിരി മഠം പറയാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഹിന്ദുമതത്തിൽ ഉള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ദുരാചാരത്തെക്കുറിച്ചാണ്. ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഇതേപോലെ ദുരാചാരങ്ങളുണ്ട് എങ്കിൽ ആ ദുരാചാരങ്ങൾ ദൂരീകരിക്കുവാൻ ആ മതത്തിൻ്റെതായ ആചാര്യന്മാർ, ഗുരുക്കന്മാർ കൂടുതലായി ഉപദേശങ്ങൾ നൽകേണ്ടതാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ക്രൈസ്തവ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരോട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ദേശകാലോചിതം കർമ്മധർമ്മമിത്യഭിധീയതേ. ദേശത്തിനും കാലത്തിനും അനുസൃതമായി കർമ്മത്തെയും ധർമ്മത്തെയും കർമ്മധർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. മഹാഗുരുക്കന്മാർ നിർവഹിക്കുന്നത് അക്കാര്യമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നിർവഹിച്ച ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് 1000 ആണ്ടുകളായി നിലനിന്നിരുന്ന വലിയൊരു മാമൂലിൻ്റെ ലംഘനമായിരുന്നു. ക്ഷേത്രത്തിൽ ദർശനം പാടില്ല, ക്ഷേത്രം സ്ഥാപിക്കാൻ പാടില്ല, പ്രതിഷ്ഠ നടത്താൻ പാടില്ല. അങ്ങനെയുള്ള ദുരാചാരങ്ങളെല്ലാം ഗുരു ദൂരീകരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ആശ്രമങ്ങളും മഠങ്ങളും സ്ഥാപിക്കുകയും അതിനോട് ചേർന്ന് സന്യാസി സംഘവും അതേപോലെ ശാന്തിക്കാരുടെ പരമ്പരയും എല്ലാം വാർത്തെടുത്ത് ഗുരുവിൻ്റെ ആ രീതിയിലുള്ള പ്രവർത്തനം അത് ഭ്രാന്താലയമായിരുന്ന രാജ്യത്തെ തീർത്ഥാലയമാക്കി മാറ്റുവാൻ സഹായകമായി. അതൊരു പ്രത്യേക ജനവിഭാഗത്തിനല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുരുവിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ പുരോഗതി
കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പലരുടെ ഈ മാമൂലുകൾ മാറാൻ പാടില്ല, മാമൂലുകൾ വെച്ച് പ്രവർത്തിക്കണം, പഴയ ദുരാചാരങ്ങൾ അനുവർത്തിക്കണം എന്ന് പറയുന്നവരാണ് എങ്കിൽ അതനുസരിച്ച് ഗുരുവിന് അരുവിപ്പുറം പ്രദർശനം നടത്താൻ അധികാരമില്ല. ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനോ ഗുരുവിന്റെ പ്രവർത്തനവുമായി സന്യാസി സംഘത്തെ സ്ഥാപിക്കാനോ ഒന്നും അധികാരമില്ല, അവകാശമില്ല. തീർച്ചയായും സ്വാമി സച്ചിദാനന്ദ, ഇപ്പോൾ കേരളത്തിന്റെ സൃഷ്ടി ഉണ്ടാകില്ല, നവോത്ഥാനം ഉണ്ടാകില്ല. ഈ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സന്യാസിമാരുടെ കൂട്ടായ്മയായ മാർഗദർശിക് മണ്ഡലിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ പുതുതലമുറ ക്ഷേത്രങ്ങളിൽ വരാൻ മടിക്കുന്നതൊക്കെ ഇത്തരം ആചാരങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഷർട്ടിട്ട് വരാമെന്നായാൽ കുറച്ചുകൂടി ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും, തലമുറയിൽപ്പെട്ട കുറച്ചുപേരെ കൂടി എത്തിക്കാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലൊക്കെ മാർഗദർശിക് മണ്ഡലിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കാനാകുന്നു. അപ്പോൾ സന്യാസി കൂട്ടായ്മ അതിനെ ഒരുമിച്ച് അംഗീകരിച്ചു, അല്ലെങ്കിൽ അതിനോട് അനുകൂലമായൊരു നിലപാടെടുക്കുന്നു. പക്ഷേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്ത്രിയാണ് അവസാന വാക്ക്. അപ്പോൾ തന്ത്രിമാർ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണല്ലോ സ്വാമി സച്ചിദാനന്ദ. അപ്പോൾ അവരെ കൂടി ഈ ഏകാഭിപ്രായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? മാർഗദർശന മണ്ഡലത്തിന്റെ വലിയൊരു നേതാവായിരിക്കുന്ന സ്വാമി ചിദാനന്ദപുരി ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറുന്നതുകൊണ്ട് ഒരു ദോഷമില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിരവധി ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാവുന്നതാണ്, മറ്റു പല ക്ഷേത്രങ്ങളിലും. എന്നാൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ ദുരാചാരം നിലകൊള്ളുന്നത്. ഗവൺമെന്റ് മാർഗനിർദ്ദേശം നൽകി ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും തീരുമാനമുണ്ടായി. അങ്ങനെ ഒരു പരിഷ്കാരം ഉണ്ടാകേണ്ടത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. തന്ത്രിയുടെ അഭിപ്രായമാണ് ഏറ്റവും പരമപ്രധാനം എന്ന് പറഞ്ഞാൽ പല ക്ഷേത്രങ്ങളിലും തന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ ഒരു ഘട്ടമെത്തുമ്പോൾ സ്വീകാര്യമല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് തീരുമാനമെടുത്ത് പുതിയ തീരുമാനമെടുക്കാം. ആ തന്ത്രിയെ മാറ്റി പുതിയ തന്ത്രിയെ വെക്കാനുള്ള വിധിയുണ്ട്. അപ്പോ ഏത് ക്ഷേത്രത്തിലുള്ള ദുരാചാരങ്ങളെയും പരിഷ്കരിക്കുവാനുള്ള വിധിയുണ്ട്. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ രണ്ട് കരിയും വേണ്ട എന്ന് ശ്രീനാരായണ ഗുരു 100 വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. ഇന്നത് കോടതികളും അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ അത് അംഗീകരിക്കാത്ത മാമൂൽ വിശ്വാസികൾ ഉണ്ട്. ക്ഷേത്രത്തിൽ ആനയും വെടിക്കെട്ടും വേണം എന്ന് പറഞ്ഞ് അവർ കേസിന് പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുവെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ. അതാണ് 100 വർഷം മുൻപ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഇപ്പോഴും കോടതിയിൽ കയറി അതിൽ ഒരു തീരുമാനം എടുപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെത്. സ്വാമി സച്ചിദാനന്ദ, ഇതിപ്പോൾ ശിവഗിരിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നിലപാട്, അതിനെ ശിവഗിരിയിൽ വെച്ച് മുഖ്യമന്ത്രി ശരിവെക്കുന്നു. അതാണോ NSSനെ ചൊടിപ്പിച്ചിട്ടുള്ളത്? അതാണോ സുകുമാരൻ നായരെ ചൊടിപ്പിച്ചത്? സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറഞ്ഞു. അത് വാസ്തവത്തിൽ ഒന്ന് വിലയിരുത്തിയാൽ മഹാനായ മന്നത്ത് പത്മനാഭന്റെ അഭിപ്രായത്തിന് വിപരീതമാണ് എന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തന്നെ ഈ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുക. വലിയ പരിഷ്കാരിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയിലുണ്ട് ഈ നായർ സമുദായത്തിലുണ്ടായ സമുദ്ധാരണം. ആ സമുദ്ധാരണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെയും SNDP യോഗത്തിന്റെയും സംഭാവനകളെക്കുറിച്ച് വളരെ കാര്യമായിട്ട് മന്നം എഴുതിയിട്ടുണ്ട്. അപ്പോ ഉണ്ടായ പരിഷ്കാരം ശ്രീനാരായണ ഗുരു നിലനിന്നിരുന്ന ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് ദേശത്തിനും കാലത്തിനും അനുസൃതമായ രീതിയിൽ പരിഷ്കാരമുണ്ടായതുകൊണ്ട് അതൊരു പ്രത്യേകമായ സമുദായത്തിന് മാത്രമല്ല കേരളത്തിലുള്ള ഈ NSS അടക്കമുള്ള സർവ്വ സമുദായങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായകമായി തീർന്നിട്ടുള്ള കാര്യമാണ്. ഉടുപ്പിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിലെ ദൈവചൈതന്യത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല എന്ന് ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ വലിയൊരു ക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. അവിടെ ഒരു തർക്കം വന്നപ്പോൾ ശിവഗിരി മഠാധിപതിയോട് ചോദിച്ചു,
അന്ന് ഗുരുദേവന്റെ നേരിട്ടുള്ള ശിഷ്യനായ ശങ്കരാനന്ദ സ്വാമി തീർത്തു പറഞ്ഞു, ഉടുപ്പിട്ടുകൊണ്ട് കയറിയാൽ യാതൊരു ദോഷവുമില്ല. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഉടുപ്പിട്ടുകൊണ്ട് പ്രവേശിക്കുന്നു. ഇന്ദിരാഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കൾ പോലും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടുള്ള വലിയ ഒരു മഹാക്ഷേത്രം, അവിടെയൊന്നും ആധ്യാത്മിക ചൈതന്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ദേശകാലാനുസൃതമായി ഈ ദുരാചാരത്തെ ദൂരീകരിക്കപ്പെടണം. മാത്രമല്ല, ഈ പരിഷ്കൃത ലോകത്ത് പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കന്മാർക്ക് അവരുടെ നഗ്നത കാട്ടിക്കൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കാൻ അവര് മടിക്കുകയാണ്. ഇനി മറ്റൊന്ന്, എന്തെങ്കിലുമൊക്കെ ത്വക് രോഗങ്ങളൊക്കെ ഉണ്ടായാൽ ഇതിന്റെ വിയർപ്പ് മറ്റൊരാളുടെ ശരീരത്തെ പറ്റി രോഗം പകരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലാനുസൃതമായ പരിഷ്കാരം ഈ വിഷയങ്ങളിൽ ഉണ്ടാകണമെന്ന് മതവിശ്വാസികൾ അതിന് തയ്യാറാകണമെങ്കിൽ മാത്രമേ മതത്തെ സംബന്ധിച്ചൊരു വളർച്ചയും പുരോഗതിയും ഉണ്ടാകൂ. അത് ശരിയാണ് സ്വാമി സച്ചിദാനന്ദ. പക്ഷേ പൂജ്യരാം നിങ്ങളെ തന്നെ ഓർത്തും കാലം വൈകിപ്പോയി, കേവലം ആചാര നൂലുകളെല്ലാം പഴകിപ്പോയി, കെട്ടി നിർത്തുവാൻ കഴിയാത്ത ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്ക. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താനെന്ന് കുമാരമഹാകവി 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത് ഇനിയും ഇവർ വേണ്ടവണ്ണം ചെവിക്കൊണ്ടില്ല എങ്കിൽ അത് മതത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ശോഭനമാകില്ല എന്നുള്ളതാണ് എന്റെ വിനീതമായ സ്വാമി സച്ചിദാനന്ദ. ഇപ്പോൾ വിശ്വാസികൾ തീരുമാനിക്കണമെന്ന് അങ്ങ് പറയുമ്പോൾ, വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടമാണ്. അപ്പോൾ ഓരോ ആൾക്കൂട്ടത്തിനും ഓരോ നിയന്ത്രണം അങ്ങ് മേലിലാണ്. ഇപ്പോൾ ഞാൻ വിശ്വാസികൾ തീരുമാനിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. വിശ്വാസികൾ തീരുമാനിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. അല്ല സ്വാമി സച്ചിദാനന്ദ, അങ്ങ് പറഞ്ഞു എന്നല്ല, അങ്ങ് പറഞ്ഞു എന്നല്ല. NSSൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അങ്ങനെയാണ്. വിശ്വാസികൾക്കാണ് അത് തീരുമാനിക്കാനാകുക, അത് വിശ്വാസികളുടെ നിലപാടാണ് എന്നുള്ളത്. അപ്പോൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നായർ സമുദായത്തിന്റെ വിശ്വാസികളുടെ തീരുമാനം വരുന്നത് ആ തലപ്പത്ത് നിന്നും, ഈഴവ വിഭാഗത്തിന്റെ SNDP യോഗത്തിൽ നിന്ന്. അപ്പോൾ അത് 2ഉം 3ഉം ഒക്കെയായി ഇങ്ങനെ വിഭജിച്ച് നിൽക്കുമ്പോൾ ഇത് എവിടെ തീരുമാനിക്കപ്പെടും എന്നൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുകയല്ലേ സ്വാമി സച്ചിദാനന്ദ? കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ഇപ്പോൾ ദേവസ്വം ബോർഡുകൾ നടപ്പാക്കണം. അപ്പോൾ സർക്കാരിന് അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലില്ലേ? ഈ ശിവഗിരി മഠം എന്ന് പറയുന്നത് ഈ നായർ സമുദായത്തിന്റെയോ SNDP യോഗത്തിന്റെയോ പരിധി നിൽക്കുന്നതല്ല. അതിനെല്ലാം അതീതമായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് ശിവഗിരി മഠം. ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. ക്രിസ്ത്യാനികൾ പോലും ഇവിടെ സന്യാസിമാരായിട്ടുണ്ട്. ഇവിടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരേപോലെ ദർശിക്കാവുന്നതും താമസിക്കാവുന്നതും ഗുരുദേവന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരെന്നുള്ള വിശ്വദർശനത്തെ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും സാന്നിധ്യമുള്ള പ്രവർത്തിക്കാൻ പറ്റുന്ന അംഗീകാരമുള്ള സ്ഥലമാണ് ശിവഗിരി മഠം. ആ ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുവിന്റെ തത്വദർശനത്തിന്റെ വെളിച്ചത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ദുരാചാരം അതിനെ ചൂണ്ടിക്കാണിച്ചു. അത് പരിഷ്കരിക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണം. ഇത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതുപോലെ തന്നെ സന്യാസിമാരുടെ സംഘങ്ങളുടെ തലവനായിരിക്കുന്ന ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു. മറ്റ് പല മഹാത്മാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ദുരാചാരത്തെ മുറുകെ പിടിക്കുന്നത് ഒരിക്കലും ശോഭനമല്ല. ഒരു കാര്യം കൂടി സ്വാമി സച്ചിദാനന്ദ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എത്രത്തോളം ഗുരുവിനെ മനസ്സിലാക്കി എന്ന ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഗുരുവിനെ തന്നെ ദൈവമാക്കി അവതരിപ്പിക്കുന്ന ഒരു രീതി വെള്ളാപ്പള്ളി കാണിക്കുന്നു. അന്യമത ദ്വേഷവും അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ പലപ്പോഴും കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ശിവഗിരി കാണുന്നതെന്നൊരു ചോദ്യം. ദൈവത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്ക് മാറ്റം വരണം. ദൈവം എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ശിക്ഷാരക്ഷ നൽകുന്ന ഒന്നല്ല. ദൈവത്തെക്കുറിച്ച് ഗുരുദേവൻ ദൈവദശകം എന്ന കൃതിയിൽ 10 ശ്ലോകങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ദൈവസ്വരൂപം സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും മായയും മായാവിയും മായാവിനോദനും വർത്തമാനകാലവും ഭൂതകാലവും ഭാവികാലവും ആ ദൈവത്തിൽ നിന്നും അന്യമായത് യാതൊന്നുമില്ല. അതൊരവസ്ഥാവിശേഷത്തിൽ ഒരു ഗുരുവിന് എത്തിച്ചേരുന്നതാണ്. അതാണ് ബോധോദയം എന്ന് പറയുന്നത്. ആ ബോധോദയം ഉണ്ടായപ്പോൾ സിദ്ധാർത്ഥൻ ബുദ്ധനായി, യേശു ക്രിസ്തുവായി, മുഹമ്മദ് നബിയായി, ചെമ്പഴന്തിയിലെ നാരായണ ഗുരുവായി, ശ്രീനാരായണ ഗുരുവായി.
ഈ ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെയാണ് നാം കാണേണ്ടത് എന്ന് ചോദിച്ചാൽ, ഓരോ ഭക്തന്മാരും ഗുരുദേവനെ സംബന്ധിച്ച സർവ്വലോകാരൂപൻ, എല്ലാവർക്കും സ്വീകാര്യമായ വ്യക്തി പ്രാഭവമുള്ളയാളാണ് ഗുരുദേവൻ. അപ്പോ ദൈവവുമായി താതാത്മ്യം പ്രാപിച്ച ദൈവസ്വരൂപമായി തീരുമ്പോഴാണ് ഗുരുവായി തീരുന്നത്. അങ്ങനെയുള്ള ഗുരു ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ എങ്ങനെ ദൈവമായി കാണുന്നുവോ അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. ശിവഗിരിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസം ഒഴുകിയെത്തിയത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ഒരു കുടീരം കാണാനല്ല, ദൈവമായ ശ്രീനാരായണ ഗുരുവിനെ ആരാധിച്ച് അനുഗ്രഹം തേടാൻ വേണ്ടിയാണ്. അത് ബുദ്ധൻ, ക്രിസ്തു, നബി, ശങ്കര ഭഗവത്പാദ തുടങ്ങിയ ജഗദ്ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വിശ്വമഹാഗുരുവിനെ ദർശിച്ച് അനുഗ്രഹം തേടാൻ വേണ്ടിയാണ്. ആ ഗുരുവിന്റെ ജീവിതത്തിലെ ചെറിയ അധ്യായങ്ങളാണ് പലരും ഉയർത്തിക്കാട്ടുന്ന സാമൂഹ്യ പരിഷ്കരണവും സാമൂഹ്യ വിപ്ലവവും സ്വതന്ത്ര ചിന്തയും യുക്തിചിന്തയും ഒക്കെ. മഹാത്മാഗാന്ധി ആരെന്ന് ചോദിച്ചാൽ ഒരാൾ പറഞ്ഞൊരു വക്കീലാണെന്ന് പറഞ്ഞു. തെറ്റാണോ? ശരിയാണ്. അതുപോലെയാണ് ശ്രീനാരായണ ഗുരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നതും വിപ്ലവകാരിയാന്ന് പറയുന്നത്. അതൊക്കെ ആ ജീവിതത്തിന്റെ ചെറിയ 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 അധ്യായങ്ങളാണ്. അതിനപ്പുറത്ത് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ച് ബോധോദയം വന്ന ചെമ്പഴന്തിയിലെ നാരായണൻ ശ്രീനാരായണ ഗുരുവായി മാറിയപ്പോൾ ബുദ്ധനെ പോലെ, ക്രിസ്തുവിനെ പോലെ, നബിയെ പോലെയുള്ള വിശ്വഗുരുവായി ആ വിശ്വഗുരുവിനെയാണ് നാം പിന്തുടരുന്നത്, ആരാധിക്കുന്നത്. ആ ഗുരുവിന് ജാതി, മതം, ദേശം തുടങ്ങിയ ഭേദചിന്തകളൊന്നുമില്ലാതെ ആ ഗുരു ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടു. അതിൻ്റെ ഭാഗമാണ് ഗുരു കേരളത്തിൽ നിർവഹിച്ച സാമൂഹിക പരിഷ്കരണം എല്ലാം തന്നെ. ശരി, ശ്രീ സ്വാമി സച്ചിദാനന്ദ, അവസാനമായ ഒരു ചോദ്യം കൂടി. അങ്ങയുടെ അഭിപ്രായത്തിൽ സനാതനധർമ്മം എന്നാൽ എന്താണ്? സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള പഠനം ആവശ്യമാണ്. അതായത് ലോകത്തിൽ മതങ്ങളെല്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പ് ക്രിസ്തു മതവും ഹിന്ദു മതവും ഒക്കെ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്ത് മഹിതമായൊരു സംസ്കാരം ഉണ്ടായി. ആ സംസ്കാരം ഔപനിഷദമായ സംസ്കാരമാണ്. ആ ഔപനിഷദമായ സംസ്കാരത്തിൽ ഭേദവ്യത്യാസങ്ങളൊന്നുമില്ല. വൈദികമാനികൾ മർത്യരിൽ ഭേദവും ഭേദത്തിൽ ഭേദവും ജൽപ്പിക്കുന്നു. എന്തൊരു വൈകൃതം ബ്രഹ്മവിദ്യ നിന്നിൽ എന്താണ് ഈ കാണുന്ന വൈപരീത്യം എന്ന് കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിന് ആ കാലത്തിന് അതീതമായി നിൽക്കുന്ന ഔപനിഷദമായ ഉപനിഷത്തിന്റെ കാലം, ആ കാലത്ത് ജാതിയോ മതമോ ഭേദമോ വ്യത്യാസമോ ഒന്നുമില്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മഹിതമായൊരു സംസ്കാരം രാജ്യത്തുണ്ടായിരുന്നു. ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും എല്ലാ മതത്തെയും ഈ ഭാരതം ഉൾക്കൊണ്ടത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ജാതിയും ചാതുർവർണ്ണ വ്യവസ്ഥതയും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വന്ന് കാട് കയറി ആ സംസ്കാരത്തെ മറച്ചു കഴിഞ്ഞു. ശരി, അതിനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി കാന്തിയും മൂല്യവും നൽകുക എന്നുള്ളതാണ് ഗുരുക്കന്മാരുടെ അവതാര ലക്ഷ്യമായി കണക്കാക്കുന്നത്. ശരി. അപ്പോ ഇപ്പോ ഹിന്ദുമതം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയും ജാതിയും അനാചാരവും അന്ധവിശ്വാസം കൊണ്ട് കലുഷിതമായിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനും അങ്ങനെയാണെന്ന് പറയുവാൻ സാധിക്കില്ല. എത്രയോ ആശ്രമങ്ങളിലും മഠങ്ങളിലും എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ശുദ്ധമായ ഈ സനാതന സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഗുരുദേവൻ SNDP യോഗത്തിന്റെ അവസാനത്തെ സമ്മേളനം 1927 നടന്നപ്പോൾ അതിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് സനാതന ധർമ്മം ഒരു മതമാകുന്നു. മതപരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സനാതന ധർമ്മത്തിലേക്ക് പരിവർത്തനം ചെയ്യട്ടെ. മനുഷ്യർ ഒരു ജാതിയിൽപ്പെട്ടവരാണ്, ഒരു മതത്തിൽപ്പെട്ടവരാണ്, ഒരു ദൈവത്തിൽപ്പെട്ടവരാണ്, മനുഷ്യരൊന്നാണ് എന്നുള്ളതാണ് ഗുരു വിഭാവനം ചെയ്യുന്ന സനാതന ധർമ്മം. അത് അനാദിയാണ്. അതിൽ നമുക്ക് ദോഷം കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷെ ഇടയ്ക്ക് വന്ന് കയറിയ ജാതിയും അനാചാരവും ദുരാചാരവും ചാതുർവർണ്ണയവും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ദൂരീകരിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. വളരെ നന്ദി സ്വാമി സച്ചിദാനന്ദ, അങ്ങയുടെ ചിന്തകൾ പങ്കുവച്ചതിന്.
Debate with Smriti Parathikkad.